ഒരു വട്ടം കൂടി എന്നോർമകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. ഒരു വട്ടം കൂടി എന്നോർമകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. തിരുമുറ്റത്തൊരു കോണിൽ നിൽക്കുന്നൊരാ നെല്ലിമരമൊന്നുലുത്തുവാൻ മോഹം. മരമൊന്നുലുത്തുവാൻ മോഹം. ഐഡിയസ് നമ്മുടെ പഴയ കൂട്ടുകാർക്കെല്ലാം ഒത്തുചേരാനുള്ള ഒരവസരം നൊസ്റ്റാൾജിയ 88 ഒരുക്കുകയാണ്. അപ്പോൾ നമുക്ക് മെയ് 17-ാം തീയതി ഒരുമിച്ച് കൂടാം. സുഹൃത്തുക്കളെ, നാളെ മെയ് 17 നൊസ്റ്റാൾജിയ 88. ഞാനുണ്ടാകും, നിങ്ങളും ഉണ്ടാവില്ലേ? ഏവരെയും പ്രതീക്ഷിക്കുന്നു. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണോ? നടക്കാൻ പോകുന്ന നമ്മുടെ ഫംഗ്ഷന് എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. അടിച്ചു പൊളിക്ക്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റിന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ വരുന്ന 16-ാം തീയതി ശനിയാഴ്ച ഞാൻ 32 വയസ്സ് തികയുകയാണ്. എൻ്റെ ജന്മദിനം വളരെ വിപുലമായിട്ടാണ് ഈ പ്രാവശ്യം ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. 16-ാം തീയതി കുറച്ച് ബിസി ആയതുകൊണ്ട് അത് 17-ാം തീയതിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. വെന്യൂ എന്ന് പറയുന്നത് നമ്മുടെ സ്കൂളാണ്. എല്ലാവരും വന്ന് വളരെ മനോഹരമായ ഒരു ഫംഗ്ഷനാക്കി മാറ്റി തീർക്കണമെന്ന് ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. താങ്ക് യു. ഹലോ ഫ്രണ്ട്സ്, നാളെ മെയ് 17 പെട്ടെന്ന് അടുത്ത് പോയതുപോലെ നമ്മൾ ഒരുപാട് ട്രൈ ചെയ്ത് നമ്മുടെ ഈ കൂട്ടായ്മയിലേക്ക് നിങ്ങളെല്ലാവരും എത്തിച്ചേരണം. എന്തായാലും ഞാനുണ്ടാവും, നിങ്ങളും എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. നേരിട്ട് കാണാം. പ്രിയ കൂട്ടുകാരെ, മെയ് 17 നമ്മുടെ ഒരു കൂട്ടായ്മ നമ്മൾ ഫലവത്താക്കുകയാണ്. 1987-88 കാലയളവിൽ SLC കഴിഞ്ഞ് കോട്ടപ്പുറം ഹൈസ്കൂളിൽ നിന്ന് പടിയിറങ്ങിയ നമ്മൾ 38 വർഷങ്ങൾക്ക് ശേഷം നമ്മളെല്ലാവരും കൂടിച്ചേരുകയാണ്. ആ കൂടിച്ചേരലിൽ ഇന്നത്തെ നമ്മൾ അന്ന് പഠിപ്പിച്ച ജീവിച്ചിരിക്കുന്ന അധ്യാപകരെ നമ്മൾ ആദരിക്കുന്നുണ്ട്. മൺമറഞ്ഞ അധ്യാപകരുടെ നമ്മൾ അനുസ്മരിക്കുന്നുണ്ട്. നമ്മളെ മൺമറഞ്ഞ സഹപാഠികളെ നമ്മൾ അനുസ്മരിക്കുന്നുണ്ട്. നമ്മളെല്ലാവരുടെയും ഫോട്ടോയും ചരിത്രങ്ങളും എല്ലാം അതിൽ വരുന്നുണ്ട്. ഒരു നല്ലൊരു ചരിത്ര മുഹൂർത്തം തന്നെയാണത്. തീർച്ചയായും നമുക്കെല്ലാവർക്കും ഒരുമിച്ച് കാണാനും കേൾക്കാനും ആസ്വദിക്കാനുമുള്ള ഒരു സുവർണ അവസരമാണിത്. അതിലേറെ നിങ്ങളിൽ ഏറ്റവും ഭാഗ്യവാനാണെന്ന് ഞാൻ പിഴை പറയാം. കാരണം നമ്മൾ ആദരിക്കുന്ന അധ്യാപകരിൽ എൻ്റെ അമ്മയും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് സന്തോഷവാനാണ്. തീർച്ചയായും അങ്ങനെ ഈ വേളയിൽ ഞാൻ ഉൾപ്പെടുതെ നമ്മുടെ സുഹൃത്തുക്കൾ ഒട്ടേറെ പേർ സാഹചര്യങ്ങൾക്കൊക്കെ ഒത്തവർ ഇന്ന് വരെ ഈ നിമിഷം വരെ ഇതിൻ്റെ വർക്കിലാണ്. നമ്മളുടെ ഒരു വലിയൊരു കൂട്ടായ്മയ്ക്ക് വേണ്ടി നമ്മളുടെ ഒരു പ്രവർത്തന മികവ് അന്ന് നമുക്ക് പൂർണ്ണമാക്കണം. തീർച്ചയായും എൻ്റെ അമ്മയ്ക്കും എനിക്കുമൊപ്പം എൻ്റെ കുടുംബവും ഉണ്ടാകും. നിങ്ങളെല്ലാവരും കുടുംബസമേതം വിദേശത്തുള്ളവരുൾപ്പെടെ എങ്ങനെയെങ്കിലും എത്താൻ കഴിയുമെങ്കിൽ എത്തിച്ചേരണം. ഈ പരിപാടി വൻ വിജയമാക്കണം. നമ്മളുടെ ഒരു കൂട്ടായ്മ എന്നും ഒരേ മനസ്സോടെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. നാളെയാണ് നമ്മുടെ ആ ദിനം, നമ്മുടെ പ്രവേശനോത്സവം. 38 വർഷങ്ങൾക്ക് മുമ്പ് പടിയിറങ്ങിയ നമ്മൾ
ആ സ്കൂളിലേക്ക് വീണ്ടും പ്രവേശിക്കുകയാണ്. അതേ വിദ്യാർത്ഥികളായി, അതേ അധ്യാപകർ നമ്മളോടൊപ്പം ഉണ്ടാവും. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. ഡിജിറ്റൽ സുവനീറായാലും കലാവിരുന്നുകളുടെ തയ്യാറെടുപ്പായാലും ഉച്ചഭക്ഷണത്തിൻ്റെ കാര്യങ്ങളായാലും യാതൊരു വിധത്തിലുള്ള പോരായ്മകളുമില്ലാതെ നടപ്പാക്കുന്നതിന് വേണ്ടി ഒരു കൂട്ടം സുഹൃത്തുക്കൾ ഇതിൻ്റെ പിറകിലുണ്ട്. ഇനി വേണ്ടത് നമ്മുടെ സാന്നിധ്യമാണ്. എല്ലാവരും പരമാവധി നേരിട്ട് എത്തിച്ചേരണം. 9 മണിക്കാണ് നമ്മുടെ അധ്യാപകർ എത്തുന്നത്. അധ്യാപകർ എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മളവിടെ എത്തണം. അവരെ സ്വീകരിക്കണം, അവരെ ആദരിക്കണം, നമ്മൾ ഒത്തുചേരണം. നമ്മുടെ സന്തോഷം, ഒരുപാട് വർഷത്തെ 38 വർഷത്തെ നമ്മുടെ ആ ഒത്തുചേരൽ അവിസ്മരണീയമാക്കുവാൻ എല്ലാ സുഹൃത്തുക്കളും നാളെ എത്തിച്ചേരണം. നേരിട്ടെത്താൻ കഴിയാത്തവർ മനസ്സുകൊണ്ട് അവരുടെ സാന്നിധ്യം നമ്മളോടൊപ്പം ഉണ്ടായിരിക്കണം. വളരെ സന്തോഷത്തോടെ നടക്കുന്ന ഈ പരിപാടിക്ക് അത് ഭംഗിയായി അവസാനിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. ഹലോ സുഹൃത്തുക്കളെ, നമ്മുടെ ഈ ഞായറാഴ്ച നടക്കുന്ന ഈ ഈവൻറ്റിൽ 88 നൊസ്റ്റാൾജിയ എല്ലാവിധ ആശംസകളും നേരുന്നു. ഞാൻ വിനോദ് 10G. എല്ലാവരും ഒരുമിച്ച് കാണാൻ ഒരു അവസരം ഉണ്ടാക്കാൻ എല്ലാവരും പണിവിട്ട എല്ലാ സുഹൃത്തുക്കൾക്കും മറ്റുള്ളവർക്കും എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. നമുക്ക് നാളെയും മറ്റന്നാളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. ഓക്കെ. പ്രിയ സ്നേഹിതരെ, നമ്മൾ 38 വർഷങ്ങൾക്കിപ്പുറം ഒത്തുകൂടുന്ന ആ സുദിനം വന്നു ചേർന്നിരിക്കുകയാണ്. 2026 മെയ് 17 പരവൂർ കോട്ടപ്പുറം ഹൈസ്കൂളിലെ ക്ലാസ് മുറികളിൽ നമ്മൾ ഒത്തുകൂടുന്നു. ഞാൻ തീർച്ചയായും ആ പരിപാടിയിൽ പങ്കെടുക്കും. നിങ്ങളും ഉണ്ടാകുമെന്ന ഉറപ്പോടെ, വിശ്വാസത്തോടെ, സ്നേഹത്തോടെ. ബിജു TS.